ഇന്ന് നമ്മൾ നോക്കുന്നത് സബ്ജക്റ്റിലെ കണ്ടതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ മാത്രം ആളുകൾ തിരിച്ചറിയുന്നത്, പക്ഷേ നിങ്ങളെ ആരും തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണങ്ങൾ, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. അത് ഫൈനലി ഈ ഒരു വലിയ പ്രോബ്ലം നമുക്ക് AI ഉപയോഗിച്ച് സിമ്പിൾ ഷോർട്ട് കട്ടിലൂടെ ഈസിയായി 1 മിനിറ്റിലും താഴെ ടൈം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് സെഷനിലേക്ക് വൺസ് അഗെയിൻ ഹാപ്പി വെൽക്കം എവരി വൺ. എന്തുകൊണ്ടാണ് സോ ഇവിടെ നിങ്ങളിപ്പോൾ സ്വിഗ്ഗി എന്ന് കേൾക്കുമ്പോൾ എക്സാക്ട്ലി നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് ഒരു ഡെലിവറി ബോക്സിൻ്റെ കളറും ഒരു ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് കളറും ഒരു എസ് എന്നുള്ള ഒരു സിമ്പിളും ആയിരിക്കും. അതേപോലെ തന്നെ സൊമാറ്റോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഒരു റെഡ് ബോക്സ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇതിലൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും കാണുന്നതാണ് ഫോൺ പേ. ഫോൺ പേ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു സം കൈൻഡ് ഓഫ് വയലറ്റ് കളർ. ഈവൻ അതിനെ പറയാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കളർ മനസ്സിൽ വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും ഇവരെയൊക്കെ നമ്മൾ ഓർത്തു വെക്കുന്നത്? നിങ്ങളോടൊന്ന് ആലോചിച്ചോ, എന്തുകൊണ്ടായിരിക്കും ഇവരെയൊക്കെ നമ്മളിങ്ങനെ ഓർത്തു വെക്കുന്നത്? നമ്മളിപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ല, മേ ബി ലാസ്റ്റ് 1 month ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ സംടൈംസ് നമ്മൾ ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നുകൂടെ പറയാം, ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് എലമെൻസുകൾ കൂട്ടിച്ചേർത്താണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവും, അതായത് ഒരു 3-4 വയസ്സൊക്കെ ഉള്ള. അത്ര മതി, അവർ TV റിമോട്ട് എടുത്തിട്ട് അവർ സ്വന്തം യൂട്യൂബ് പ്ലേ ചെയ്യും. എത്ര പേർക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? പ്ലീസ് ടൈപ്പ് മീ ഇൻ ദ ചാറ്റ് ബോക്സ്. 5 വയസ്സിന് താഴെയുള്ള കൊച്ചുങ്ങൾ സ്വന്തം TV-യിൽ യൂട്യൂബൊക്കെ പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗ്രേറ്റ്. അതാണ് ശരിക്കും ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ, എക്സാക്ട്ലി ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ. കാരണം ആ കൊച്ചു കുഞ്ഞുങ്ങളോട് ആര് പറഞ്ഞു കൊടുത്തു ഇത് യൂട്യൂബാണ്? ആരും പറഞ്ഞു കൊടുത്തില്ല. ഈവൻ കൊച്ചിന് യൂട്യൂബ് എന്ന് ഉച്ചരിക്കാൻ പോലും പറ്റില്ല, പക്ഷേ അവരത് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നിൽക്കണം. നമ്മളൊരു ബ്രാൻഡ് പോസ്റ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കാണിച്ചാൽ, അപ്പോൾ അത് പറയാണ് ഇത് പപ്പേൻ്റെ ബിസിനസ്സാണ്, അച്ഛൻ്റെ ബിസിനസ്സാണ്, അമ്മേൻ്റെ ബിസിനസ്സാണ്. ഇത് അങ്ങനെ ഒരു കണ്ടീഷൻ അവരുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടുന്ന തരത്തിലാണ് നമ്മളുടെ കംപ്ലീറ്റ് പോസ്റ്ററുകളും നമ്മുടെ ഓൺലൈൻ മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ 100% നിങ്ങൾ പക്ക ബ്രാൻഡിങ് ആണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇത് ഈ ഉദാഹരണം പറഞ്ഞത് കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ആരും പഠിപ്പിക്കുന്നതല്ല, അവരെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. സോ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ അവരുടെ മെമ്മറിയിൽ, അവരുടെ ഓർമ്മയിൽ, ആ കുഞ്ഞു തലയിൽ വളരെ സിമ്പിളായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ഐക്കണായിട്ടാണ് യൂട്യൂബുകാർ അതിന് വെച്ചിരിക്കുന്നത്. സോ നമ്മുടെ ബ്രാൻഡിങ് എലമെൻറ്റ് അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു ഐക്കൺ ഉണ്ടെങ്കിൽ ബെസ്റ്റ്, കളർ ഉണ്ടെങ്കിൽ ബെസ്റ്റ്, ഒരു ലോഗോ ഉണ്ടെങ്കിൽ ബെസ്റ്റ്. ഇത് എല്ലാം കൂടി ചേർന്നതാണ് ശരിക്കും ഒരു ബ്രാൻഡിങ്. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.